മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും ഒക്കെ ശരിവെച്ചുകൊണ്ട് യുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ 2025 ഡിസംബർ 18 തീയതി രാത്രി തൊട്ട് 19 തീയതി വെള്ളിയാഴ്ച പുലർച്ചെ വരെ അബുദാബി അടക്കമുള്ള വിവിധ എമിറേറ്റുകളിൽ ശക്തമായതും സാമാന്യം ഭേദപ്പെട്ടതുമായ മഴയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ചില അപ്ഡേറ്റുകളാണ്. രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും മഴയ്ക്കൊരു ശമനമുണ്ട്. എന്നാൽ പോലും ഇത് അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. 19 തീയതി മുഴുവനും രാജ്യത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരാനാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. ഷാർജ അടക്കം പല എമിറേറ്റുകളിലും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ജനവാസ മേഖലകളായ ഷാർജ, മുവൈല, മജാസ്, അൽവാഹദ, അൽനാദ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ദുബായിലും സമാനമായ രീതിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും വെള്ളക്കെട്ടുണ്ട്. പല ഓഫീസുകൾക്കും ഇന്ന് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുമുണ്ട്. ഇനി അബുദാബിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അബുദാബി സിറ്റി, മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, മുസഫ, അലൈൻ തുടങ്ങിയ പ്രദേശങ്ങളിലും വെസ്റ്റേൺ റീജിയനിലും ഒക്കെ തന്നെ മഴ ലഭിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ രീതിയിൽ തന്നെ. എന്നാൽ കാര്യമായ വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തതായി അറിവില്ല. അൽദഫ്ര റീജിയനിൽ ഇന്ന് പുലർച്ചെ ഗുവൈഫാത്ത് ഏരിയയിലാണ് 8.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയെന്നുള്ളത് ഒരു റെക്കോർഡ് തണുപ്പായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇനി അബുദാബി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള എല്ലാ പാർക്കുകളും ബീച്ചുകളും പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി അടച്ചിടുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പും അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ് അടക്കമുള്ള യുഎയിലെ മറ്റ് പല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ ഒരു കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി അടച്ചിടാൻ ഒരുങ്ങുന്നു എന്നുള്ള മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഇനി വിമാനയാത്രികർ ശ്രദ്ധിക്കേണ്ട കാര്യം, എമിറേറ്റ്സും എയർ അറേബ്യയുമാണ് നിലവിൽ ഇപ്പോൾ ഒരു വാർണിംഗ് നൽകിയിരിക്കുന്നത്. എമിറേറ്റ്സിന്റെ പല സർവീസുകളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥ. ദുബായിൽ നിന്ന് പുറപ്പെടേണ്ട പല വിമാനങ്ങളും ക്യാൻസൽ ചെയ്യുകയും റീസ്കെഡ്യൂൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഫ്ലൈറ്റ് ഷെഡ്യൂൾ നോക്കി ഓൺ ടൈം ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പുറപ്പെടുക എന്നാണ് എമിറേറ്റ്സിന്റെ അലേർട്ട് വന്നിരിക്കുന്നത്. എയർ അറേബ്യ പറഞ്ഞിരിക്കുന്നതും സമാനമായ കാര്യമാണ്. ഈ ഒരു കാലാവസ്ഥയെ തുടർന്ന് യുഎയിൽ നിന്ന് പോകുന്നതും യുഎയിലേക്ക് വരുന്നതുമായ എയർ അറേബ്യയുടെ പല സർവീസുകളിലും കാലതാമസം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എയർലൈൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മെസ്സേജുകളും ഇമെയിലുകളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങളുടെ ഫ്ലൈറ്റ് ടൈം കറക്റ്റായി മനസ്സിലാക്കി എയർപോർട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു അറിയിപ്പ് തന്നെയാണ് എയർ അറേബ്യയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓറഞ്ച് അലേർട്ട് ഇപ്പോഴും രാജ്യത്ത് തുടരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടെ തുടരണമെന്ന് നമ്മൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2025 ഡിസംബർ 19 തീയതി വെള്ളിയാഴ്ച.